ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഋതുജയൻ ലഹരിക്കടിമയാണെന്ന് പോലീസ്. ഇയാൾ മാനസികാരോഗ്യ ചികിത്സയും തേടുന്നുണ്ട്. ഒരു സൈക്കോപാത്തിനെ പോലെയാണ് ഇയാൾ പെരുമാറുന്നതെന്നും പോലീസ് പറയുന്നു. 28 വയസ്സുകാരനായ ഋതു ഇതിനു മുൻപ് NDPS കേസിലും 28 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തിയത്. വടക്കേക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഋതു. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും നാട്ടുകാർ പറയുന്നു. ഇന്നലെ വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ അരുംകൊല നടന്നത്. വേണു, വിനീഷ, ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4 അംഗ കുടുംബമാണ് ആക്രമണത്തിന് ഇരയായത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. 4 പേരെയും ഇയാൾ ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയിലും ദേഹത്തും പലതവണ അടിച്ചു. ഋതു കയ്യിൽ കത്തിയും കരുതിയിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി പോയത് ജിതിന്റെ ബൈക്കുമായിട്ടായിരുന്നു. ഇതിനിടെയാണ് വടക്കേക്കര SI പ്രതിയെ പിടികൂടുന്നത്. പിന്നീട് ആക്രമണ വിവരം ഇയാൾ SIയോട് വിശദീകരിക്കുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. 1 വർഷമായി ഇവിടെ അയൽത്തർക്കം നിലനിൽക്കുന്നുണ്ട്. തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഋതു പോലീസിന് മൊഴി നൽകി. അതേസമയം കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഇതിനായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വടക്കൻ പരവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും.